അതെ, അത് പറയാം. അപ്പോഴാദ്യം സീനിയർ പയ്യന്മാരുടെ ഭാഗത്തുനിന്ന് ആദ്യം പ്രഷറുണ്ടായിരുന്നു. പിന്നെ അതില്ല. കാരണം എന്ന് പറയാ ഈ ആദ്യം ജൂനിയർ പയ്യന്മാർ വരുമ്പോൾ പിന്നെ അവരോടൊക്കെ നേരെ റെഡിയായൊക്കെ നിൽക്കാൻ വേണ്ടിയുള്ള ആ ഒരു പ്രഷറെങ്കിലും അത് മാനസികമായിട്ട് ഇവന് ശരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം ഇവൻ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ 1.5 മാസം വീട്ടിലൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പോയപ്പോൾ അവൻ്റെ ഹോസ്റ്റലിൽ മാറ്റി കളഞ്ഞു. പക്ഷെ അതിന് മുമ്പ് ഇവൻ്റെ അവിടെ നിന്ന് ഞാൻ വിളിച്ചുകൊണ്ട് വരാൻ നേരത്ത് ഈ ഹോസ്റ്റലിൻ്റെ ഇവൻ്റെ ടെസ്റ്റുകളെല്ലാം വയ്ക്കണം, ബാക്കി സാധനങ്ങളെല്ലാം വയ്ക്കണം. അവിടുത്തെ ഫോട്ടോയും കൊടുത്ത് ബെഡിൻ്റെ ഫോട്ടോയും കൊടുത്തിട്ട് പറഞ്ഞു ഇവൻ വരും നേരം ഈ ബെഡ് ഇവിടെ കാണും, എങ്ങും പോകില്ല. ഞാൻ പറഞ്ഞു അവന് ഈ ജനലിൻ്റെ ഭാഗം ഇരുന്ന് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്, മാറ്റില്ല സാർ. അവൻ നിങ്ങൾ എത്ര നാൾ കഴിഞ്ഞ് വന്നാലും നിതിൻ്റെ ആ ബെഡ് ഇവിടെ തന്നെയായിരിക്കും. പക്ഷേ തിരിച്ച് ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ അവനെ മാറ്റിക്കളഞ്ഞു, സിക്ക് റൂമിലായി. അതായത് രോഗവും മാനസിക വിഭ്രാന്തിയും ഉള്ള ഭ്രാന്തന്മാരെ അടയ്ക്കുന്ന ഒരു സിക്ക് റൂമിൽ എൻ്റെ മോനായിട്ട് അടച്ചു കളഞ്ഞു. ഞാനതിന് കമൽ എന്ന് പറയണ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ, റിട്ടയർമെൻ്റായി ഇപ്പം വാർഡനാണ്. അയാളോട് ഞാൻ പറഞ്ഞു എന്തിനു ഇത് ചെയ്തെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണ്, നിങ്ങൾക്ക് വല്ലതും ഉണ്ട് പ്രിൻസിപ്പലിൻ്റെ കൂടെ കംപ്ലൈൻറ്റ് ചെയ്തത്, ഇത് എന്നോട് ആവശ്യമില്ലാത്തത് ചൊറിഞ്ഞ നിങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടിക്ക് കംപ്ലൈൻറ്റ് ചെയ്യും പ്രിൻസിപ്പളിൻ്റെ. അയാൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും നമുക്ക് നിഷേധിക്കപ്പെട്ടു. നീതി നടക്കൂല അവിടെ, മനസ്സിലായില്ലേ? അവിടെ ട്രസ്റ്റാണ്, മുസ്ലിങ്ങളെ ട്രസ്റ്റ്. അപ്പോൾ അതിനകത്ത് നടന്ന അവർ 150 ഏക്കർ വരെ വരും കോളേജ് ക്യാമ്പസ്. ആദ്യം എൻ്റെ മോൻ്റെ ഹോസ്റ്റലിനകത്ത് കയറുന്ന ഒരു വാർഡൻ നമ്മളെ പ്രിൻസിപ്പാളിൻ്റെ പേപ്പർ കൊടുക്കണം അയാൾക്ക്, അവർ പറഞ്ഞതായിട്ടുള്ളൂ, എന്നാലേ കടത്തി വിടുകയുള്ളൂ. അത് കഴിഞ്ഞ് വാർഡായി അവരും നമ്മളെ കുറേയേറെ ചോദ്യം ചെയ്ത് നമ്മളെ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇവൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ വെളിയിലാണ് കുപ്പികളെ കൂമ്പാരം എല്ലാം. പക്ഷേ അത് ഇവർ രണ്ടുപേരെയും തരണം ചെയ്ത് അകത്ത് പോയി ആർക്കും നോക്കാൻ പറ്റില്ല. മാധ്യമ പ്രവർത്തകരെ പോലും അവരകത്ത് കടത്തി വിടില്ല. കാരണം പ്രിൻസിപ്പാളിൻ്റെ ലെറ്റർ പേഡ് വേണം. അങ്ങനെയുള്ള വളരെ പൈശാചികമായ ഒരു കോളേജാണ് അത്. ഒരു ഭീകര അന്തരീക്ഷമാണ്. മെഡിക്കൽ കോളേജ് ആദ്യം കണ്ണടം നല്ല ഇത്, ഹോസ്റ്റലിലോട്ട് അങ്ങോട്ട് ഒരു ഭീകര അന്തരീക്ഷം. ഒരു കാട്ടിൻ്റെ ഇടയിൽ പണ്ട് ആൻഡമാൻ ദ്വീപിലൊക്കെ ജയിൽ പുള്ളികളെ അധിവസിക്കുന്ന ജയിലുകൾ കലാപാനി സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലുള്ള സ്ഥലങ്ങളാണ് അവിടെ.